ഇറാനിൽ നേരത്തെ അമേരിക്കയുടെ ഇടപെടലുണ്ടായി. ആ ഇടപെടലിലൂടെ അവിടെ അമേരിക്കയുടെ പാവയായ, അമേരിക്കക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഷായെ ഭരണാധികാരിയായി അവരോധിച്ചു. ഷായുടെ ഭരണം ഇറാനിലാകെ കടുത്ത അതൃപ്തിയാണ് വളർത്തിയത്. ഇറാൻ ജനങ്ങളാകെ അതിനെതിരായി. അങ്ങനെയാണ് 1979 ഷായെ ഇറക്കി ഇറാനിൽ പുതിയ ഭരണവ്യവസ്ഥ നിലവിൽ വരുന്നത്. അത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് രുചിക്കാത്ത ഒന്നായിരുന്നു. കാരണം അവരുടെ അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചു പോന്ന ഷാ ഗവൺമെൻറ് അത് താഴെ ഇറങ്ങുന്നത് അമേരിക്കക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അന്ന് തുടങ്ങിയതാണ് ഇറാനെതിരെയുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ. അത് പല രീതിയിൽ പ്രയോഗിച്ചു. നേരത്തെ 2 ആഴ്ചക്കാലം നീണ്ടുനിന്ന ഒരു യുദ്ധം അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേൽ അവിടെ നടത്തി. അന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടത് ഇറാൻ്റെ കയ്യിലുള്ള എല്ലാ ആണവായുധ ശേഖരവും നശിപ്പിച്ചു എന്നാണ്. ഇപ്പോൾ വീണ്ടും ഇറാന് നേരെ ആക്രമണത്തിന് പുറപ്പെട്ടു. ഇറാന് നേരെ ആക്രമണത്തിന് പുറപ്പെട്ട സാഹചര്യം നാം നോക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെയുള്ള ആ യുദ്ധത്തെ തുടർന്ന് കാര്യങ്ങൾ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒമാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ച നടക്കുകയായിരുന്നു. ഒരു ഭാഗത്ത് ഇറാൻ, മറ്റൊരു ഭാഗത്ത് ഇസ്രയേലും അമേരിക്കയും. ഒമാൻ അതിന് മധ്യസ്ഥ രീതി. ആ ചർച്ച നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. ഒമാൻ്റെ അധികൃത വക്താവ് പരസ്യമായി ലോകത്തോട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളിലും തീരുമാനമാകാൻ പോകുന്നു. ആരോഗ്യകരമായ ചർച്ചയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും നാളുകൊണ്ട് നല്ല വാർത്ത എല്ലാവർക്കും കേൾക്കാനാകും. അത് പറഞ്ഞ് അധിക ദിവസം കഴിഞ്ഞില്ല, ഇറാന് നേരെ ആക്രമണം ആരംഭിച്ചു. അപ്പോൾ എന്താണതിന് കാണിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായതുകൊണ്ടാണോ ആക്രമണം? നേരത്തെ തീരുമാനിച്ച രീതിയിൽ ആക്രമണം നടത്തുകയായിരുന്നു. ഇവിടെ ഒരുതരം വന്യമൃഗനീതി അതാണ് നടപ്പാക്കുന്നത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. വന്യമൃഗങ്ങൾ, ചില മൃഗങ്ങൾ ഒരു കാടിൻ്റെ നിശ്ചിത ഏറിയുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഏറിയയിൽ ഒരാളായിരിക്കും അധിപൻ, മറ്റാളുകൾക്ക് അവിടെ സ്ഥാനമില്ല. ഏതെങ്കിലും ഒരു അധിപൻ നേരത്തെ അവിടെ ഉണ്ടെങ്കിൽ മറ്റൊരാൾ അവിടെ കടന്നു വന്നാൽ അതുമായി പടപൊരുതി ആരാണോ ജയിക്കുന്നത് അയാളായിരിക്കും അധിപനായിട്ട് വരുന്നത്.
അങ്ങനെയുള്ള പോരാട്ടത്തിൽ പരിക്കുപറ്റി പിൻവാങ്ങേണ്ടി വരുന്ന കടുവയാണ് ചില ഘട്ടത്തിൽ നാട്ടിൽ വന്നിറങ്ങുന്നത്. ഇപ്പോൾ പിടികൂടിയ കടുവ വലിയ പരിക്കുകളോടെ മരണപ്പെട്ടു എന്ന് കേൾക്കുന്നില്ലേ? ആ പരിക്ക് പിടികൂടുമ്പോൾ ഉണ്ടായതല്ല, നേരത്തെ അവർ തമ്മിലുള്ള യുദ്ധത്തിലുണ്ടായതാണ്. ഈ വന്യമൃഗനീതിയാണ് അമേരിക്ക കാട്ടിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ കയ്യിൽ ആയുധമുണ്ട്, തങ്ങൾക്ക് ആക്രമണശേഷിയുണ്ട്, അതുകൊണ്ട് ഞങ്ങളെന്തും ചെയ്യും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ അമേരിക്കയുടെ കയ്യിലാണുള്ളത്. ആ ആണവായുധങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ടുള്ള അമേരിക്കയാണ് ഇറാൻ ആണവശക്തിയായി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭീതി പരത്താൻ നോക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാനിൽ പരിശോധിച്ച ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി അത് തീർത്തും വസ്തുതാവിരുദ്ധമാണെന്ന് പറയുന്നു. ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. ഈ പ്രചരണത്തിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതയല്ല എന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ തന്നെ അന്വേഷിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ അതൊന്നും കേൾക്കേണ്ട കാര്യം അമേരിക്കയ്ക്കില്ല. അമേരിക്ക തീരുമാനിക്കുന്നു, ആക്രമണം ആരംഭിക്കുന്നു. ആക്രമണ രീതി നോക്കൂ. ഒരു രാജ്യത്തിൻ്റെ പരമോന്നത പരമാധികാരി, അതാണവിടെ ആയത്തുള്ള ഖുമൈനി, അദ്ദേഹത്തെ കുടുംബസമേതമാണ് കൊലപ്പെടുത്തുന്നത്. ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രമര്യാദക്ക് ചേർന്നല്ലാലോ. അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണല്ലോ. ലോക പൊതുജനാഭിപ്രായം അമേരിക്കക്ക് അനുകൂലമായിട്ടുണ്ടോ? ഈ ആക്രമണത്തിൻ്റെ അവസ്ഥയൊന്ന് പരിശോധിച്ച് നോക്കൂ. നേരത്തെ ഇറാഖിനെതിരെയും സദ്ദാം ഹുസൈനെതിരെയും ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ആക്രമണം നടത്തുമ്പോൾ അമേരിക്കയുടെ കൂടെ ഏതാനും സഖ്യരാഷ്ട്രങ്ങളുണ്ടായിരുന്നു. നേറ്റോ കൂടെയുണ്ടായിരുന്നു. ഇപ്പോൾ ആരാണുള്ളത്? ഏതെങ്കിലും പ്രധാനപ്പെട്ട സഖ്യരാഷ്ട്രങ്ങൾ അമേരിക്കയുടെ കൂടെയുണ്ടായോ? നേറ്റോ പൂർണ്ണമായിട്ട് അമേരിക്കയുടെ കൂടെയുണ്ടോ? വിവിധ രാഷ്ട്രങ്ങൾ ശക്തമായ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞില്ലേ? അമേരിക്കയിൽ തന്നെ ശക്തമായ പൊതുജനാഭിപ്രായം ഇതിനെതിരെ ഉയർന്നു വരികയല്ലേ? ഇതൊന്നും ലോകത്ത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും എന്ന നിലയാണല്ലോ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്, ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചു വരുന്നത്. ആയത്തുള്ള ഖുമൈനി കൊല ചെയ്യപ്പെട്ടു. അനന്തരാവകാശിയായി ആര് വന്നാലും അദ്ദേഹത്തെയും കൊലപ്പെടുത്തും എന്ന് പറയുന്ന ഇസ്രയേലിനെ നാം കാണുകയാണല്ലോ. ഇസ്രയേലിന് എങ്ങനെയാണ് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത്? എന്ത് ചെയ്താലും അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന് ഇസ്രയേലിന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ലോക പൊതുജനാഭിപ്രായം തള്ളിക്കൊണ്ടുള്ള നിലപാട് ഇസ്രയേൽ സ്വീകരിക്കുന്നത്.